എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വാതന്ത്ര്യം കിട്ടി നിൽക്കുന്ന ഒരു പുതിയ രാജ്യം. അതിന്റെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും? 60 വർഷത്തോളം നീണ്ടുനിന്ന് ആധുനിക ഇന്ത്യയെ വാർത്തെടുത്ത ആ സാമ്പത്തിക ആസൂത്രണത്തിന്റെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ വലിയ കഥയുടെ ഉള്ളിലേക്ക് കടക്കാമല്ലേ? ഇന്ത്യയുടെ ഈ സാമ്പത്തിക യാത്രയെ നമ്മൾ 5 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. തുടക്കം മുതൽ ഇന്ന് വരെയുള്ള മാറ്റങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്താണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ രാജ്യത്തെ കെട്ടിപ്പടുക്കണം. എന്തൊരു വലിയ വെല്ലുവിളിയായിരിക്കും അത്! അപ്പോ അന്നത്തെ നേതാക്കളുടെ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു. ഇത്രയും വലുതും ഒരുപാട് വൈവിധ്യങ്ങളുമുള്ളൊരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് എവിടെ നിന്ന് നമ്മൾ തുടക്കമിടും? ഈയൊരു ചോദ്യത്തിന് അവർക്കൊരു ഉത്തരം കിട്ടി. അത് വന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ. അതായത് അടുത്ത 5 വർഷത്തേക്ക് രാജ്യം എന്തിനൊക്കെ പണം ചെലവഴിക്കണം, എന്തിനൊക്കെ മുൻഗണന കൊടുക്കണം എന്നൊക്കെ സർക്കാർ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു രീതി. അങ്ങനെ ഇന്ത്യയുടെ ആസൂത്രണ കാലഘട്ടത്തിന് തുടക്കമായി. പക്ഷെ തുടക്കം എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ പദ്ധതികൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. ആദ്യം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണോ, അതോ വലിയ ഫാക്ടറികൾ ഉണ്ടാക്കണോ? നമുക്ക് നോക്കാം. ആദ്യത്തെ ചുവടുവെപ്പ് വളരെ ശ്രദ്ധിച്ചായിരുന്നു. രാജ്യം വിഭജനത്തിന്റെ ആഘാതത്തിലും ഭക്ഷ്യക്ഷാമത്തിലുമാണ്. അതുകൊണ്ടുതന്നെ ഒന്നാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൃഷിയെ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് ജലസേചന സൗകര്യങ്ങൾ കൂട്ടി, ഹാരോഡ് ഡോമർ എന്ന സാമ്പത്തിക മാതൃക ഉപയോഗിച്ച് രാജ്യത്തിന്റെ സമ്പാദ്യം കൂട്ടി നിക്ഷേപം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടു. അപ്പോ റിസൾട്ട് എന്തായി? ഒന്നാം പദ്ധതി ഒരു ഗംഭീര വിജയമായിരുന്നു. നമ്മൾ ലക്ഷ്യം വെച്ചത് 2.1% വളർച്ച, പക്ഷെ കിട്ടിയതോ 3.6%. ഇത് രാജ്യത്തിന് വലിയൊരു ആത്മവിശ്വാസം തന്നെ കൊടുത്തു. ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതിനൊരു ഉറപ്പ് കിട്ടി. ഒന്നാം പദ്ധതിയുടെ വിജയത്തിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ അടുത്തൊരു വലിയ സ്റ്റെപ്പ് എടുത്തു. രണ്ടാം പദ്ധതിയിൽ ഫോക്കസ് മുഴുവൻ കൃഷിയിൽ നിന്ന് മാറി വൻകിട വ്യവസായങ്ങളിലേക്ക് വന്നു. PC മഹലനോബിസ് എന്ന സ്റ്റാറ്റിസ്റ്റിഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക ഭാവിക്കായി സ്റ്റീൽ പ്ലാന്റുകളും IITകളും പോലുള്ള സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടു. പക്ഷേ ഈ നല്ല കാലം അധികം നീണ്ടുനിന്നില്ല. മൂന്നാം പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ദുരന്തകാലം തന്നെയായിരുന്നു. കൃഷിയെയും വ്യവസായത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ചൈനയുമായും പാകിസ്ഥാനുമായും നടന്ന യുദ്ധങ്ങളും പിന്നാലെ വന്ന കടുത്ത വരൾച്ചയുമെല്ലാം തകിടം മറിച്ചു. വളർച്ചാ നിരക്ക് പകുതിയിൽ താഴെയായി. ഈ പ്രതിസന്ധി കാരണം സർക്കാർ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾക്കൊരു ബ്രേക്ക് കൊടുത്തു. ഇതിനെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്വാസം വിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കാനും സമ്പദ്വ്യവസ്ഥയെ നേരെയാക്കാനുമുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോ ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ഇന്ത്യയുടെ അടുത്ത ഘട്ടം തുടങ്ങി. ഇത്തവണ ലക്ഷ്യങ്ങൾ മാറി. ദാരിദ്ര്യമില്ലാതാക്കുക, സ്വയം പര്യാപ്തത നേടുക, ഇതൊക്കെയായി പുതിയ മുദ്രാവാക്യങ്ങൾ. നാലാം പദ്ധതിയിൽ സ്ഥിരതയുള്ള വളർച്ചയ്ക്കായിരുന്നു പ്രാധാന്യം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രസഹായം വിതരണം ചെയ്യാൻ ഗാഡ്ഗിൽ ഫോർമുല എന്നൊരു പുതിയ രീതി കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നായ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണവും നടന്നത് ഈ സമയത്താണ്. ഗരീബി ഹട്ടാവോ, ഈ ഒരു മുദ്രാവാക്യം മാത്രം മതിയായിരുന്നു ആ കാലഘട്ടത്തെ ഓർക്കാൻ. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് വെറുമൊരു സാമ്പത്തിക ലക്ഷ്യമെന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഫോക്കസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് പൂർണ്ണമായി മാറിയത് ഇതോടെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായകമായ മാറ്റമാണ്. പതിറ്റാണ്ടുകളായി അടച്ചിട്ട വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. 80കളിൽ തന്നെ ഇതിന്റെ ചെറിയ സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. പിന്നെ 90കളുടെ തുടക്കത്തിൽ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ വലിയ മാറ്റങ്ങൾ അനിവാര്യമായി. അങ്ങനെയാണ് 1991 പ്രധാനമന്ത്രി നരസിംഹറാവുവും ധനമന്ത്രി മൻമോഹൻ സിംഗും ചേർന്ന് പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത്. അതുകൊണ്ടുതന്നെ 8ാം പദ്ധതിയെ നമുക്ക് വെറുമൊരു പ്ലാനായിട്ട് കാണാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ അടിമുടി മാറ്റിയ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചൊന്നായിരുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഈ മാറ്റങ്ങൾക്കെല്ലാം ആക്കം കൂട്ടിയത് 8ാം പദ്ധതിയാണ്. അപ്പോ ഈ മാറ്റങ്ങൾ കൊണ്ട് വല്ല ഗുണവുമുണ്ടായോ? തീർച്ചയായും.
8ാം പദ്ധതി അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 5.6% വളർച്ച ലക്ഷ്യം വെച്ചെടുത്ത് ഇന്ത്യ നേടിയത് 6.78%. പരിഷ്കാരങ്ങൾ ഫലം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ലോകം മാറിക്കഴിഞ്ഞിരുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഈ പുതിയ കാലത്ത് ഇന്ത്യയുടെ പ്ലാനിംഗ് എങ്ങനെയാണ് മാറിയത് എന്ന് നോക്കാം. അവസാനത്തെ 4 പദ്ധതികളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വളർച്ച മാത്രം പോരാ എന്നൊരു ചിന്ത വന്നു തുടങ്ങി. സാമൂഹിക നീതി, കൂടുതൽ തൊഴിലവസരങ്ങൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, പിന്നെ പരിസ്ഥിതി, ഇതെല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായി മാറി. 8% ഓർക്കണം, ഇത് ഒരു വർഷത്തെ കണക്കല്ല. 11ാം പദ്ധതിയുടെ 5 വർഷ കാലയളവിലെ ശരാശരി വാർഷിക വളർച്ചാ നിരക്കാണ്. ഇന്ത്യൻ ആസൂത്രണ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. അപ്പോ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് ഈ 60 വർഷത്തെ യാത്ര ഒറ്റയടിക്ക് കാണാം. വിശപ്പടക്കാൻ കൃഷിയിൽ തുടങ്ങിയ നമ്മൾ വലിയ ഫാക്ടറികൾ സ്വപ്നം കണ്ട് ദാരിദ്ര്യം മാറ്റാൻ ശ്രമിച്ച് ഒടുവിൽ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യയായി മാറിയതിന്റെ കഥയാണിത്. അപ്പോ 2017-ൽ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് വിരാമമിട്ടപ്പോൾ എന്താണ് അതിന്റെ ബാക്കിപത്രം? 60 വർഷം നീണ്ട ഈ കേന്ദ്രീകൃത ആസൂത്രണം ഇന്ത്യയ്ക്ക് നൽകിയതെന്താണ്, നഷ്ടപ്പെടുത്തിയതെന്താണ്? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുതരുന്നു.